ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതല്ലേ കോഡ് സെറ്റ്. അപ്പോൾ അത്യാവശ്യം പൈസയും ഉണ്ടാവും. നല്ല പ്രിൻ്റിലുള്ള കോഡ് സെറ്റ് വാങ്ങുമ്പോൾ എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കോഡ് സെറ്റ് അങ്ങ് തയ്ച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുണ്ടായിരുന്നു. 2 മീറ്റർ ബോട്ടത്തിന് നമ്മൾ ബ്ലൗസ് പീസായിട്ട് തയ്ക്കുന്ന തുണിയില്ലേ, അതും അതുപോലെ ഒരു 2.5 മീറ്റർ ഒരു ചെറിയ ഫ്ലോർ പ്രിൻ്റ് വരുന്ന വേറൊരു തുണിയും. ബ്ലൗസ് പീസിന് എത്രയാ റേറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്ര വലിയ റേറ്റൊന്നും ഉണ്ടാവില്ല. നമ്മളെ മറ്റേ ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തതിന് 86 രൂപയാണ്. പിന്നെ തയ്ക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് തയ്യൽ കൂലിയും വേണ്ട. അപ്പോൾ ആങ്കിൾ ലെങ്ത്ത് ബോട്ടോ അതിൻ്റെ ടോപ്പുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അളവെല്ലാം എടുത്തിടുന്ന് വരഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ വേറൊരു ബോട്ടം എടുത്തിട്ട് അതിൻ്റെ മേലെ നിന്ന് അളവെടുത്തിട്ട് ഞാൻ ബോട്ടത്തിൻ്റെ മാർക്കിംഗ് എല്ലാം ചെയ്യുന്നത്, മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഒരു ലാവൻഡർ കളർ പോലെ ഒരു കളറാണിത്. കറക്റ്റ് ലാവൻഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല ഏറെക്കുറെ. ഇത് കണ്ട ഞാൻ മാർക്ക് ചെയ്തര തെറ്റിയിട്ട്. മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടം. പണ്ട് പഴയ കത്രിക ആയിരുന്ന സമയത്ത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഇതായിരുന്നു. അപ്പം നല്ല ഷാർപ്പായിട്ടുള്ള കത്രികയെല്ലാം കിട്ടിയപ്പോൾ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആങ്കിൾ ലെങ്ത്ത് ബോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബോട്ടത്തിന് കട്ട് ചെയ്യുമ്പോൾ 2 പീസല്ലേ കിട്ടുക, ഇത് 4 പീസ് കിട്ടും. 4 പീസ് കിട്ടുന്നല്ല, നമ്മൾ 4 പീസാക്കി കട്ട് ചെയ്യണം. കാരണം ആ ബോട്ടത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ ചെറിയ സ്ലിറ്റെല്ലാം വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് 4 പീസാക്കി കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പം വേറെ എന്തൊക്കെ അതിനൊരു ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്നുള്ള രീതിയിൽ ഞാൻ അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിലൊന്ന് എനിക്ക് ഈസി ആയിട്ടുള്ള വേ ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ തയ്ക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്ക് കേട്ടോ. അങ്ങനെ നമ്മളെ സ്വന്തം മെഷീനിൽ നമ്മൾ അടിക്കുന്ന സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അവിടെ ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്നുള്ളത്. ഞാനപ്പോൾ താഴത്തെ ഭാഗം മടക്കിയടിക്കാൻ കൂടിയുള്ളത് വിട്ടിട്ടാണ് അത്രയും ലെങ്ത്ത് എടുത്തത്. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി കൂട്ടി ജോയിൻ ചെയ്തിട്ട് പതിച്ചടിക്കുന്ന. അങ്ങനെ 4 പീസുള്ള തുണി നമ്മൾ 2 പീസാക്കി മാറ്റി. ഇനി സാധാരണ ബോട്ടം ജോയിൻ ചെയ്യുന്ന മാതിരി 2 സൈഡും ജോയിൻ ചെയ്തിട്ട്, 2 സൈഡ് മീൻസ് നമ്മളെ നടുവിൽ വരുന്ന ഭാഗമില്ലേ, അതിനെല്ലാം എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ആംഗിൾ ലെങ്ത്ത് ബോട്ടം അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയുള്ള ബോട്ടം അടിക്കുന്നതിനെക്കാട്ടി ഈസിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇതിന് എലാസ്റ്റിക് വെക്കില്ല. എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അടിച്ച് തീരുന്നുണ്ട്. ഞാനീ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് മറ്റുള്ളവർക്ക്. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടേ ഉള്ളൂ. ഇതൊരു 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. ഇത് വേണ്ട, അത് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി ഇലാസ്റ്റിക് വെക്കാനുള്ളത് തയ്ക്കുന്ന. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി മൊത്തം തയ്ച്ചതിന് ശേഷം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ എലാസ്റ്റിക്കിന് പിന്നെ പിന്നെ കുടുക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുക്കുക. ഈ പരിപാടിയാണ് കേട്ടോ കയറി പിടിച്ച പരിപാടി. ഇത് ആദ്യമെല്ലാം നല്ല രസമായിരിക്കും, പിന്നെ ടൈറ്റായി വരുന്ന സമയത്താണ് ദേഷ്യം വരും. നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ, അതൊരു വലിയ ഹാപ്പി ന്യൂസാണ്. എല്ലാവരും ചാനലിലുള്ള വേറെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണണം. പല ടൈപ്പ് വീഡിയോസ് ഉണ്ട്, ഒരേ ടൈപ്പ് വീഡിയോസ് അല്ല, പല ടൈപ്പ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് അതിൻ്റെ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നെല്ലാം ഉള്ളത് കമൻറ്റ് ചെയ്യണം. കമൻറ്റെല്ലാം വളരെ കുറവാണ്.
ഈ സംഗതി നമ്മൾ സൂചി നൂലുകൊണ്ട് തുന്നി കൂട്ടുന്നവരുണ്ട് കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന തുന്നാൻ അതിന് സൂചി എടുത്ത് അതിൽ നൂല് കോർത്ത് പണിയല്ലേ. നമ്മൾ ഈസി വേ നോക്കണമെന്നല്ലേ. ഈ വീഡിയോൻ്റെ ഹൈലൈറ്റാണ് ഈ കൊതുക് കടിച്ചിട്ടുള്ള ചൊറിയുന്നത്. ഞാൻ മുറ്റത്തെല്ലാം പോയാലും കൊതുക് എൻ്റെ വയ്യിൽ തന്നെ വന്നയാ. പിന്നെ അതെന്നെ തന്നെ കടിക്കാണ്ടിരിക്കൂലല്ലോ. അങ്ങനെ നമ്മളെ എലാസ്റ്റിക് ഇടുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അത് നമ്മളായ വിട്ട ഭാഗം പൂരിപ്പിക്കല്ല, വിട്ട ഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ നടുക്കൂട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്ന നീങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് കൊടുക്കുന്നു ആയിരിക്കും. അങ്ങനെ നമ്മളെ ബോട്ടത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്താ സെറ്റല്ലേ? ഇനി നമുക്ക് ടോപ്പ് അടിക്കാം. ടോപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീനക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ചെറിയൊരു പഫ് സ്ലീവ് പോലെ. പഫ് മറ്റേ വലിയ പഫല്ല, നമ്മൾ ബ്ലൗസിനെല്ലാം ചെറുത് ഇപ്പം വെക്കുമല്ലോ, എൽബോ സ്ലീവ് ആകുമ്പോൾ മുകളിൽ ചെറിയ ചുരുക്കിട്ടിട്ട് ചെറുതായിട്ട് അതുമാതിരി വെക്കാമെന്നല്ല വിചാരിക്കുന്നത്. അപ്പോൾ വീനക്ക് കൊടുക്കേണ്ട കാര്യം ഞാൻ ആദ്യം അങ്ങ് മറന്നുപോയി. എന്നിട്ടാണ് ഞാൻ റൗണ്ട് നെക്ക് പോലെ വരച്ചേ. അതിന് ശേഷം ബോധം വന്നേ ഇത്രയും ലെങ്ത്തിൽ മാർക്ക് ചെയ്തത് വീനക്ക് കൊടുക്കാനാണല്ലോ എന്ന്. അത് കഴിഞ്ഞ് ആം ഹോളെല്ലാം ഞാൻ എൻ്റെ ബോഡിയിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ച ടോപ്പൊന്നും അളവ് മാറി എടുത്തിട്ടാണ് കേട്ടോ ഈ മെഷർമെൻ്റ് എല്ലാം ചെയ്യുന്നതല്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിലൊരു ചെറിയ റൗണ്ട് നെക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. മുമ്പിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളതാണ് വീനക്ക്. അയ്യോ, പോസ്റ്റ്പാർട്ടം ഹെയർ ഫോളിൻ്റെ തലവര മൊത്തത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. വീനക്ക് ഞാൻ ചെയ്തത് ഒരു കഷ്ണം നമ്മൾ പാച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യല്ലോ, അങ്ങനെയാണ്. നമുക്ക് കുറേ മെത്തേഡിൽ ചെയ്യാൻ തോന്നും. ക്യാൻവാസ് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുമായിരിക്കും. വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടീന്. ഞാൻ ക്യാൻവാസൊന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ട ഇതുപോലെ ഒരു പാച്ച് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മളെ വീനക്കിൻ്റെ ഷേപ്പ് അങ്ങ് കട്ട് ചെയ്ത് അതിന് ശേഷം ഇത് അകത്തോട്ടേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ആദ്യം എൻ്റെ പഴയ കത്രിക വെച്ച് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കട്ടാവുന്നില്ല. എന്താ നല്ല വീക്കില്ലേ, കുറച്ച് ഡീപ്പായത്. ഞാൻ ഇത്ര ഡീപ്പാവുമെന്ന് വിചാരിച്ചില്ല. അതിൻ്റെ അറ്റത്തൂടെ ഞാനൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല, മെഷീൻ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു ധാരണ എന്നല്ല എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ പഫ് ചെയ്യുന്ന കേട്ടോ, പഫ് എന്ന് പറയാൻ പറ്റുമോ ഇനാന്ന് എനിക്കറിയില്ല, എന്നാലും പഫ് എന്ന് പറയാം. ചുരുക്കിട്ട് കൊടുക്കുന്ന കൈ കൊണ്ട് ചുരുക്കിടാൻ പറ്റായിട്ട് ഞാൻ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാനിങ്ങനെ ചെയ്യില്ല പഫ് കൊടുക്കുമ്പോൾ. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, കൈക്കൊന്നും കുടുങ്ങാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത പാടെ സ്ലീവ് വെച്ചിട്ട് പിന്നെ ഒരു സൈഡിൻ്റെ സ്ലിറ്റിൻ്റെ പണിയും കൂടി ചെയ്ത് തീർത്തിട്ടാണ് അടുത്ത സ്ലീവ് വെക്കൽ. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലേ, ആണെങ്കിൽ കമൻറ്റ് ബിലോ. നമ്മളെ ടോപ്പിൻ്റെ പണിയും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഷേപ്പ് ആക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് ലൂസിൽ ഇഷ്ടം, എന്താണെന്നറിയില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കണ്ടാ വലിയ ഷേപ്പൊന്നുമില്ല. ഞാൻ ചെയ്യായിട്ടേട്ടാ, മേക്കപ്പാട് ചെയ്യാനല്ലേ ഉള്ളൂ, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല.
കുറച്ച് ലൂസിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കൈ കുറച്ച് ടൈറ്റ് ആക്കണം, അത് ഞാൻ ചെയ്തോളൂ. അപ്പോൾ ചാനൽ കയറി നോക്കണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.